എല്ലാവർക്കും ലച്ചുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് കേരളത്തെ കിടിലം വിളിച്ച ഒരു മരണത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും പലരെയും സ്നേഹിക്കാറുണ്ട് അല്ലേ? അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, അതുപോലെ ഫ്രണ്ട്സ്, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാറില്ലേ? അതിൽ നമ്മളൊരു ചതി നടത്താറുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇന്നിവിടെ സംഭവിച്ചത് ഗ്രീഷ്മ ഷാരോൺ വധക്കേസ്. 2021 ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പ്രണയത്തിലാവുന്നത്. അറിയാലോ, ന്യൂസുകളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ. എന്നാലും പ്രണയം നടിച്ച് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ചതി തന്നെയല്ലേ? അതുപോലെ സ്വന്തം സഹോദരനെയോ അമ്മയോ ആരെങ്കിലും അങ്ങനെ ചെയ്യില്ല. ചെയ്യുന്നവരുണ്ട്. ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണല്ലോ. എന്നാലും അത്രയും സ്നേഹിച്ച് തൻ്റെ ജീവനായി കണ്ട ഒരു പെണ്ണൊരുത്തി അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഒരു അഭിമാനമാണത്. കാരണം ഒരു പെണ്ണ് തെറ്റ് ചെയ്യുമ്പോൾ സമൂഹം തന്നെ എല്ലാ സ്ത്രീകളെ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആരും വിശ്വസിക്കാൻ പറ്റില്ല. ആണുങ്ങളും ചെയ്യുന്നുണ്ട് ചതി ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ ഇതൊരു വല്ലാത്തൊരു ചതിയായിപ്പോയി. അവൻ അത്രയും ആത്മാർത്ഥമായിട്ടല്ല അവളെ സ്നേഹിച്ചത്. അതുകൊണ്ടല്ലേ അവളെ വിളിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ പോയത്. ഫസ്റ്റ് പാരസെറ്റമോൾ കൊടുത്ത് കൊല്ലാൻ നോക്കി. അത് അവനൊരു രുചി വ്യത്യാസം തോന്നിയപ്പോൾ അവനെ ഒഴിവാക്കി. ശരിയല്ലേ? പിന്നെ അവന് രണ്ടാമത് വിളിച്ച് ജ്യൂസിൽ കഷായം കൊടുത്ത് കൊന്നു. പക്ഷേ ഒരു മകൻ പോയ ഒരു അമ്മയുടെ വേദന ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി. അപ്പോൾ ഇവൾക്ക് വധശിക്ഷ അല്ലാതെ മറ്റൊന്നും കൊടുക്കരുത്. ഇവൾക്കും അത് തന്നെ കൊടുക്കണം. എന്താണ് വേദനയെന്ന് അവളും അറിയണം. അവനെ കൊന്നിട്ട് അവൾ ജീവിച്ചിട്ടെന്താ കാര്യം? അവളും പോട്ടെ പരലോകത്തേക്ക്. ഇനി ഇങ്ങനൊരു ഗ്രീഷ്മ ഇവിടെ ഉണ്ടാവരുത്. ഇത് മറ്റുള്ളവർക്കൊരു പാഠമാവണം. നമ്മുടെ ഇവിടെയുള്ളൂ ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജയിൽ കൊണ്ടടയ്ക്കും. അവിടുന്ന് കുറേ തിന്നാനൊക്കെ കൊടുത്ത് തടിയൊക്കെ വെപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും വന്നിട്ട് അവർ അതേ തെറ്റുകൾ തന്നെ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഗ്രീഷ്മമാർ ഇവിടെ ഉണ്ടാവാതിരിക്കണം. ഒരു പേടി അത്യാവശ്യമല്ല അവർക്കും. സ്നേഹിക്കുകയാണെങ്കിൽ മനസ്സും കൊടുത്ത് സ്നേഹിക്കണം. പക്ഷെ ചതി അതൊരിക്കലും ആരോടും ചെയ്യരുത്. സഹോദരങ്ങളോടായാലും അമ്മയോടായാലും അച്ഛനോടായാലും മക്കളോടായാലും ആരോടായാലും പോലും ഒരിക്കലും അങ്ങനെ ഒരു ചതി ഇനി ചെയ്യരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തത് പോരാ എന്ന് തോന്നുന്നത്. അതും ചെറിയൊരു പെൺകുട്ടിയല്ലേ. ഇത്രയ്ക്കും ക്രിമിനൽ ബുദ്ധിയുള്ള ഇവൾ ഇനിയും ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യൂല എന്നെന്താണ് ഉറപ്പുള്ളത്? അപ്പോൾ അവന് 11 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ആ 11 ദിവസം അവൻ അനുഭവിച്ച വേദന, നമുക്കെന്നെ ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്തോരം വേദന ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. ഇത് അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വേദന അവന് പറയാൻ പോലും പറ്റില്ല. അത്രയ്ക്കും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവൻ്റെ അമ്മ. ആ അമ്മയുടെ ഒരു വേദന, ഞാനും ഒരു അമ്മയാണ്. എൻ്റെ മക്കൾക്കൊരു കാലിലൊരു മുള്ള് പറ്റിയാൽ പോലും നമുക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ ആ അമ്മ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ മറ്റൊരാൾ തൻ്റെ മകനെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ദുഃഖം സഹിക്കാനാവില്ല. എന്തായാലും ഷാരോണിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ലച്ചുട്ടി വയനാട്ടിൽ നിന്നും ടാറ്റാ, ബൈ ബൈ.